ഹലോ ഡിയർ LLM ആസ്പിറൻസ് ലോമിനൻ ജോബ് സെക്യൂറയുടെ LLM ബൈ ജോബ് സെക്യൂറ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ LLMൻ്റെ എൻട്രൻസുകൾക്ക് തയ്യാറെടുക്കാൻ പോകുന്ന ഒരു സമയത്താണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്കിപ്പോൾ എഴുതാൻ കേരളത്തിൽ പറ്റിയ പ്രധാനപ്പെട്ട LLM പരീക്ഷകളിലൊന്നാണ് കേരള LLM എൻട്രൻസ് എക്സാമിനേഷൻ. LLM എന്നും കുട്ടികൾ പലപ്പോഴും ഇതിനെ പറയാറുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് കേരള LLM എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ സിലബസ് എന്താണ്, ഏതൊക്കെ ഏരിയ എന്നാണ് ചോദ്യങ്ങൾ വരിക, എത്ര ചോദ്യം ഉണ്ടാവും, എത്ര മണിക്കൂറാണ് എക്സാം, എന്താണ് മൊത്തത്തിലൊരു എക്സാമിൻ്റെ പാറ്റേൺ, എന്നാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ്, എന്നാണ് അതിൻ്റെ പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. കാരണം LLMും അതുപോലെ തന്നെ നിയമവുമായി ബന്ധപ്പെട്ട ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ ഈ ചാനലിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിനായിട്ട് ആ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിന് ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എടുക്കാം. കേരള LLM 2025. അപ്പോൾ കേരള LLMൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയട്ടെ, കേരള LLM ഇതുവരെ നോട്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ എക്സാമിനേഷൻ പൊതുവിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്ന ഒരു സമയമാണ് ജൂൺ ജൂലൈ മാസം എന്നുള്ളത്. അപ്പോൾ ഇതുവരെ എക്സാമിനേഷൻ നോട്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ആരെങ്കിലും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഇതാണ് കൃത്യസമയം. കാരണം ഇപ്പോൾ ജൂണിലോ ജൂലൈയിലോ എക്സാം വിളിക്കും, ഒരു ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആയിട്ട് ചിലപ്പോൾ എക്സാം നടക്കും. അപ്പോൾ അതിന് മുന്നേയുള്ള ഫേസിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ 2025 കേരള LLMൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല, മനസ്സിലാക്കി വെച്ചോളുക. ഇനി ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ ഡേറ്റ് സ്വാഭാവികമായിട്ടും നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ട് ഈ വർഷത്തെ എക്സാമിനേഷൻ ഡേറ്റും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ വർഷത്തെ എക്സാമിനേഷൻ ഡേറ്റ് 25/8/2024 എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ജൂണിലാണ് നിൽക്കുന്നത് അല്ലേ? ഏകദേശം ജൂൺ ജൂലൈ ഓഗസ്റ്റ് 3 മാസത്തിനടുത്ത്, ഓഗസ്റ്റിലെ ലാസ്റ്റിലാണ് എക്സാം വരിക. പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു സമയം കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് കേരള LLM എൻട്രൻസ് എക്സാമിനേഷന് തയ്യാറെടുക്കാം. സോ ദിസ് ഇസ് ദ റൈറ്റ് ടൈം എന്നാണ് എനിക്ക് ആമുഖമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കേരളത്തിലുള്ള ഗവൺമെൻറ് ലോ കോളേജിൽ LLM പ്രോഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. 2 ഇയർ LLM പ്രോഗ്രാമാണ് കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് ലോ കോളേജുകളിലും 2 ഇയർ LLM പ്രോഗ്രാമാണ് ഓഫർ ചെയ്യുന്നത്. അത് തന്നെയാണ് ആവശ്യവും. കാര്യം ഇപ്പോൾ 1 ഇയർ LLMൻ്റെ വാലിഡിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത് ടീച്ചിങ്ങിന് പറ്റുമോ പറ്റില്ലേ എന്നൊക്കെ ഉള്ളതിൽ സുപ്രീം കോടതിയിലൊക്കെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും ധൈര്യപൂർവ്വം എടുക്കാൻ നല്ലത് എപ്പോഴും 2 ഇയർ LLM ആണ്. കാരണം അതിനെന്നും ആ ഒരു വാലിഡിറ്റി ഉണ്ട്. UGC റെക്കഗ്നൈസ് ചെയ്തതും 2 ഇയർ LLM ആണ് ടീച്ചിങ്ങിൻ്റെ ഒക്കെ പർപ്പസിന്. 1 ഇയർ LLMന് വാലിഡിറ്റി ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു. പക്ഷേ ടീച്ചിങ്ങിൻ്റെ പർപ്പസിനൊക്കെ ഏറ്റവും നല്ലത് എപ്പോഴും 2 ഇയർ LLM ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി അത് കേരളത്തിൽ 4ഓളം ഗവൺമെൻറ് ലോ കോളേജുകളിലാണ് ഓഫർ ചെയ്യുന്നത്. ഗവൺമെൻറ് ലോ കോളേജ് ട്രിവാൻഡ്രം, ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം, ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂർ, ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോട്. ഇവരുടെ മൊത്തമായിട്ട് നമുക്ക് ഏകദേശം 56 സീറ്റുകളാണുള്ളത്. ഈ 56 സീറ്റുകൾക്ക് പുറമെ EWSന് സൂപ്പർ ന്യൂമറേറ്ററി റിസർവേഷൻ എന്നോണം 10 അഡീഷണൽ 10% സീറ്റുകളുണ്ട്. പിന്നെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് സീറ്റും റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ സീറ്റിൻ്റെ ഒരു ഡിവിഷൻ വരുന്നത്. അപ്പോൾ ഒരു 56ൻ്റെ ഉള്ളിൽ, 56 സീറ്റുകളാകുമ്പോൾ ഒരു 56ൻ്റെ ഉള്ളിൽ നിങ്ങളുടെ റാങ്ക് വന്നാലാണ് കേരള LLM എൻട്രൻസ് എക്സാമിനേഷന് നിങ്ങൾ ആഗ്രഹിച്ച ഗവൺമെൻറ് ലോ കോളേജിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടുള്ളൂ. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, 56ൻ്റെ ഉള്ളിൽ റാങ്ക് വന്നാൽ പോരെ, അപ്പോൾ എനിക്ക് 54 കിട്ടിയാലും കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരാളുണ്ടാവും. അവിടെയാണ് ഈ രണ്ടാമത്തെ അല്ലെങ്കിൽ ഇപ്പുറത്തെ ഈ ഒരു കോളം വളരെ റിലവൻ്റ് ആകുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ക്രിമിനൽ ലോ ആണ്, അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ലോ ആണ്, അല്ലെങ്കിൽ പിന്നെ ഇൻ്റർനാഷണൽ ലോ ആണെന്ന് വിചാരിക്കൂ. അപ്പോൾ അത് നിങ്ങൾ കൊടുക്കുന്ന കോളേജിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്പെഷ്യലൈസേഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ റാങ്ക് ഒരുപാട് ഇപ്പുറം വരണം. എന്ന് പറഞ്ഞാൽ ഒരു ആദ്യ 10ലോ ആദ്യ 20ലോ വരണം. കാരണം റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കോളേജുകൾ എന്ത് അലോട്ട് ചെയ്യുന്നത്, സ്പെഷ്യലൈസേഷൻ പലപ്പോഴും അലോട്ട് ചെയ്യുക. അപ്പം നല്ല റാങ്ക് വാങ്ങുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ LLM എൻട്രൻസിന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ബാക്കിയുള്ള എല്ലാ എൻട്രൻസുകൾക്കും ഇപ്പോൾ നമ്മൾ LLBയുടെ എൻട്രൻസ് എഴുതുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഇത്ര സീറ്റ് ഉണ്ടെങ്കിൽ ഇതിന് കുറഞ്ഞ സീറ്റ് നമുക്ക് റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കയറും. ഇവിടെ നമുക്ക് കയറിയാൽ മാത്രം പോരാ, കയറിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സ്പെഷ്യലൈസേഷൻ തന്നെ നമുക്ക് കിട്ടണം. ഇപ്പോൾ കോഴിക്കോട് ഇപ്പോൾ ഞാൻ വരികയാണെങ്കിൽ കോഴിക്കോട് ഇപ്പോൾ ലോ ഓഫ് ടാക്സേഷനും ഉണ്ട്, ക്രിമിനൽ ലോയും ഉണ്ട്. ടാക്സേഷൻ ചിലപ്പോൾ ആർക്കും അത്ര ഇഷ്ടം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് അല്ല. പക്ഷേ ക്രിമിനൽ ലോ നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ആകെ 15 സീറ്റാണുള്ളത്. ആ കയറിയതിൽ നിങ്ങളുടെ റാങ്ക് ഒരുപാട് ബാക്കിലാണെങ്കിൽ നിങ്ങളുടെ മുന്നേ റാങ്കിലുള്ളവർ മുഴുവൻ ക്രിമിനൽ ലോ ഓപ്റ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ പിന്നെ എന്ത് പഠിക്കാൻ ഫോഴ്സ്ഡ് ആവും, ടാക്സേഷൻ പഠിക്കാൻ ഫോഴ്സ്ഡ് ആവും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ കയറിയിട്ടും നിങ്ങൾ ആഗ്രഹിച്ച വിഷയം പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ്.
അവിടെയാണ് ഒരു കോച്ചിങ് നിങ്ങൾക്ക് കൃത്യമായ സഹായമേകുക. കാരണം ഞങ്ങൾ ഗവൺമെൻറ് ലോ കോളേജിൽ കുട്ടീനെ എത്തിക്കാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കുന്നത്. നല്ല റാങ്കോട് കൂടി ഗവൺമെൻറ് ലോ കോളേജിൽ ഒരു കുട്ടീനെ എത്തിക്കാനാണ് ജോബ് സെക്യൂരിറ്റിയുടെ LLM കോച്ചിങ് ഒക്കെ എപ്പോഴും ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കോച്ചിങ് എടുത്ത് പോകുന്നതായിരിക്കും സെൽഫ് സ്റ്റഡിയേക്കാളും നിങ്ങൾക്ക് നല്ലത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ഇതിൽ 2 ഇയർ LLM പ്രോഗ്രാമാണ് നമുക്കുള്ളത്. ഏകദേശം 56 സീറ്റുകൾക്കടുത്ത് കേരളത്തിൽ ഗവൺമെൻറ് ലോ കോളേജുകളിലുണ്ട്. അഡീഷണലി 10% സീറ്റുകൾ EWSനും 1 സീറ്റ് ബ്ലൈൻഡ് കാൻഡിഡേറ്റ്സിനും ഉണ്ട്. ഇനി ഇതിൻ്റെ സിലബസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് സിലബസിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. പാർട്ട് എ, പാർട്ട് ബി. പാർട്ട് എയിൽ 100 ചോദ്യങ്ങളാണുള്ളത്. 25 ക്വസ്റ്റ്യൻസിൻ്റെ സ്പ്ലിറ്റ് വെച്ചിട്ട് 4 സബ്ജക്റ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ ഒന്നാമത്തത് ജൂറിസ്പ്രുഡൻസ് ആണ്, അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആണ്, പിന്നെ വരുന്നത് ലോ ഓഫ് ക്രൈംസ് ആണ്, പിന്നെ വരുന്നത് ലോ ഓഫ് കോൺട്രാക്റ്റ് ആണ്. ഇങ്ങനെ പാർട്ട് എയിൽ 100ഓളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമ്മൾ പാർട്ട് ബി നോക്കുകയാണെങ്കിൽ പബ്ലിക് ഇൻ്റർനാഷണൽ ലോന്ന് 20 ചോദ്യങ്ങൾ വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ലോന്ന് 20 ചോദ്യങ്ങൾ വരുന്നുണ്ട്, ലോ ഓഫ് പ്രോപ്പർട്ടി കൂടുതലും TPയുമായി ബന്ധപ്പെട്ട ഏരിയ എന്നാണ് 20 ചോദ്യങ്ങൾ വരുന്നത്, കമ്പനി ലോ കമ്പനീസ് ആക്ടുമായി ബന്ധപ്പെട്ടതാണ് കൂടുതലും, പിന്നെ പഴയ തിയറിയും പ്രിൻസിപ്പിൾസും ഒക്കെ വരും, അവിടെ നിന്ന് 20 ചോദ്യം വരുന്നുണ്ട്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് 10 ചോദ്യം വരുന്നുണ്ട്, നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ പഠിച്ച ലോ ഓഫ് ടോട്ട്സ് 10 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ 200 ചോദ്യങ്ങളാണ് നമുക്ക് കേരള LLM എൻട്രൻസ് പരീക്ഷയിലുള്ളത്. ഈ 200 ചോദ്യങ്ങൾക്ക് എഴുതാൻ നിങ്ങൾക്ക് ആകെ 120 മിനിറ്റുകളാണ് ഉണ്ടാവുക. അപ്പോൾ 2 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് LLB എക്സാമിനേഷന് നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ നിന്നും അതിൻ്റെ ഒരു ലെവൽ വെച്ചിട്ടായിരിക്കും നിങ്ങളോട് എന്ത് ചോദിക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. ഓരോ ശരി ഉത്തരത്തിനും 3 മാർക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് തെറ്റുന്ന ഓരോ ഉത്തരത്തിനും 1 മാർക്ക് കുറയും. അപ്പോൾ ഇതൊരു നെഗറ്റീവ് മാർക്കുള്ള പരീക്ഷയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ നെഗറ്റീവ് മാർക്കുള്ള പരീക്ഷയൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതുന്ന പോലെ ഓക്കെ എന്നാൽ കയ്യും വീശി പോയി ഒരു പരീക്ഷ എഴുതാം എന്നുള്ള നിലയ്ക്ക് എഴുതാൻ പറ്റില്ല. അതിനൊരു പ്രോപ്പറായിട്ടുള്ള കോച്ചിങ്ങും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഗൈഡൻസും നിങ്ങൾക്ക് ആവശ്യമാണ്. അത്തരത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒരു കോച്ചിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ ഹയർ സ്റ്റഡീസിൻ്റെ ഡോർ നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഏത് സമയവും നമ്മളെ ബന്ധപ്പെടാം. ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ LLM എൻട്രൻസ് കോച്ചിങ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കേരളത്തിലെ കുസാറ്റ് LLM എൻട്രൻസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്, കേരള LLM എൻട്രൻസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് മികച്ച റാങ്കുകൾ, ആദ്യത്തെ 5 റാങ്കുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ മക്കൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നത്തെ വർഷത്തിൽ ആദ്യത്തെ 5 റാങ്കുകളിൽ നമ്മളെ മക്കളുണ്ടായിരുന്നു. കുസാറ്റ് LLMന് കഴിഞ്ഞ വർഷവും നമ്മുടെ ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് പഠിച്ചിട്ട് കുസാറ്റിൽ ഇപ്പോൾ LLM ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത്തരത്തിലൊരു കോച്ചിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് ദ റൈറ്റ് ടൈം. ഇനിയും കാത്തു നിൽക്കണ്ട. കാരണം നിങ്ങളുടെ മുന്നിൽ 2 മാസം സമയമുണ്ട്. ആ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ പഠിച്ചിട്ട് കേരളത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗവൺമെൻറ് ലോ കോളേജിൽ നിങ്ങൾക്ക് എന്ത് നേടാം, അഡ്മിഷൻ നേടാം കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് ശരി ഉത്തരത്തിന് 3 മാർക്കും തെറ്റാവുന്ന ഒരു ഉത്തരത്തിന് നിങ്ങൾക്ക് 1 മാർക്കും കുറയ്ക്കുമെന്നാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, നോ റെസ്പോൺസ് ആണ് മാർക്ക് ചെയ്തെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കില്ല, അതിന് ഒരു റെസ്പോൺസും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ കുറയ്ക്കുക കൂട്ടുക ഒന്നും ചെയ്യില്ല. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഡോക്യുമെൻറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ആണ്. ഇത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അഡ്മിഷൻ സമയത്ത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സിൽ പലതും നിങ്ങൾ എക്സാം വിളിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു പാറ്റേണിൽ ഇത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അഡ്മിഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒന്ന് കാൻഡിഡേറ്റ്സ് ഡാറ്റ ഷീറ്റും അലോട്ട്മെൻറ്റ് മെമ്മോ ആണ്. ഇത് രണ്ടും നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന സംഗതികളാണ്. അതുകൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാം. എന്നാൽ SSLC ഓർ എനി റിലവൻറ്റ് സ്കൂൾ റെക്കോർഡ്സ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് ഓർ അതർ വാലിഡ് ഡോക്യുമെൻറ്റ്സ് ടു പ്രൂവ് ദി ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ ഒറിജിനൽ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖ, ഇത് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഞാനിത് നിങ്ങളോട് പങ്കുവെക്കാനുള്ള കാരണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സാധനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇതിൻ്റെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്യും, അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഒറിജിനൽ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് ഇപ്പോൾ വേറൊരു സ്ഥലത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പാസ്പോർട്ടോ ബർത്ത് സർട്ടിഫിക്കറ്റോ ഏതായാലും മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എൻ്റെ പക്കൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ആൻഡ് പാസ് സർട്ടിഫിക്കറ്റ് ഓഫ് LLB എക്സാമിനേഷൻ. സ്വാഭാവികമായിട്ടും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത് ചിലപ്പോൾ ഒറിജിനൽ ഉണ്ടാവണമെന്നില്ല, പക്ഷേ പ്രൊവിഷണൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ഈ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അതെല്ലാവർക്കും ഒരുവിധം കോളേജുകളിൽ നിന്ന് തന്നെ ഒറിജിനൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, LLB കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് കൈക്കലാക്കി വെക്കുക. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കണ്ടെത്താൻ പിന്നെ ഓടേണ്ട കാര്യം ഉണ്ടായിരിക്കില്ല. കാരണം ഇതിനാകെ ഒരു 10 ദിവസം സമയം നിങ്ങൾക്ക് കിട്ടുക അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ ഇതില്ല, എൻ്റെ കയ്യിൽ അതില്ല, ഞാൻ ഇനി അതെങ്ങനെ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ട് തെരഞ്ഞോടി യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ഇതൊക്കെ എന്ത് ചെയ്താൽ, എടുത്ത് വെച്ചാൽ. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഫ്രം ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ ദി കാൻഡിഡേറ്റ് സ്റ്റഡീഡ് ലാസ്റ്റ്.
അവസാനം നിങ്ങൾ LLB ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ അവസാനം പഠിച്ച സ്ഥാപനം, ചിലപ്പോൾ LLB കഴിഞ്ഞ് നിങ്ങൾ മറ്റെവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും, ആ സ്ഥാപനത്തിൽ നിന്ന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ എന്തും വേണം, കണ്ടക്ട് സർട്ടിഫിക്കറ്റും വേണം. 4 കോപ്പി ഓഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. അത് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ മതി. അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ ഒരു തവണ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. The applicant who is employed or trainee in government or quasi-government banks, etc., shall at the time of the interview produce a relieving order and a certificate of good conduct from the head of the institution where the candidate is employed. എവിടെയെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടുന്ന് റിലീവ് ചെയ്തു എന്നുള്ളൊരു രേഖ നിങ്ങൾ എന്ത് ചെയ്യണം, കൂടെ പ്രൊഡ്യൂസ് ചെയ്യണം. Candidate who have passed their qualifying examination from universities or boards outside the state shall produce an eligibility certificate from the concerned university in Kerala to the effect that the qualifying examination has been recognized by the university. ഇപ്പോൾ നിങ്ങൾ പുറത്തുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പുതുതായി ചേരാൻ പോകുന്നത് അതിന് അവിടെ, അതായത് നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇവിടെ ഇക്വലവൻ്റ് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ദ സ്റ്റുഡൻറ്റ് ഹു ക്വാളിഫൈസ് ഫ്രം അതർ യൂണിവേഴ്സിറ്റീസ് ഷുഡ് പ്രൊഡ്യൂസ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് LLB ചെയ്തത്, എന്നിട്ട് നിങ്ങൾ കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യേണ്ടി വരും, പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അഡ്മിഷൻ സമയത്ത് ഒറിജിനൽസ് ഓഫ് ഓൾ ദി അപ്ലോഡ് ഡോക്യുമെൻറ്റ്സിൻ്റെ മുഴുവൻ ഒറിജിനൽസും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. എനി അതർ സർട്ടിഫിക്കറ്റ്സ് ഓർ ഡോക്യുമെൻറ്റ്സ് required to be furnished as per the prospectus notifications allotment memo പ്രകാരം, പ്രോസ്പെക്ടസ് പ്രകാരം, നോട്ടിഫിക്കേഷൻ പ്രകാരം മറ്റേതെങ്കിലും ഡോക്യുമെൻറ്റ് നിങ്ങളോട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം. ഇവിടെ ഈ എനി അതർ ഡോക്യുമെൻറ്റ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് റിസർവേഷൻ്റെ ഡോക്യുമെൻറ്റ്. ഇപ്പോൾ നിങ്ങൾ റിസർവേഷൻ കിട്ടുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നോൺ ക്രീമി ലെയർ പോലത്തെ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്നെ കേൾക്കുന്ന ഒരാൾ ഇത്തവണ കേരള LLMന് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന ആളാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വില്ലേജ് ഓഫീസിൽ നോൺ ക്രീമി ലെയറിന് അപ്ലൈ ചെയ്യണം. അത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോക്യുമെൻസിൻ്റെ ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം, ഇത് നിങ്ങൾ എക്സാം കഴിഞ്ഞ് കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട സംഗതികളാണ്. എന്നിരുന്നാൽ പോലും അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ആവശ്യമായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കേരള LLM 2025മായി ബന്ധപ്പെട്ട എക്സാമിൻ്റെ എലിജിബിലിറ്റി, എക്സാമിന് വേണ്ട കാര്യങ്ങൾ, എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ വേണ്ട കാര്യങ്ങൾ, എക്സാമിൻ്റെ സിലബസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ പങ്കുവെക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, കേരളത്തിലെ LLM എൻട്രൻസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ളൊരു പരീക്ഷയല്ല. അത് സാമാന്യ നിലയ്ക്ക് സെൽഫ് സ്റ്റഡി കൊണ്ട് മാത്രം കിട്ടുന്ന ഒരു പരീക്ഷയല്ല. കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സെൽഫ് സ്റ്റഡി നടത്തുമ്പോഴുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾക്കൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കില്ല. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഏത് ഏരിയ സ്ട്രെസ് ചെയ്യണം. കാരണം ഇതിൽ പാർട്ട് എയ്ക്കും പാർട്ട് ബിക്കും 2 ഓർഡറാണ്. അപ്പോൾ ഏത് ഏരിയ സ്ട്രെസ് ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാവാൻ, അല്ലെങ്കിൽ അത് കുറേ കൂടി നല്ലതാവാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ഒരു പ്രോപ്പർ കോച്ചിങ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒരു പ്രോപ്പർ കോച്ചിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ, ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ കേരള LLM ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാം. ഒരുപാട് ഫെസിലിറ്റീസോട് കൂടിയ ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡ് നിങ്ങൾക്ക് ആ സെഷനിൽ, ആ ഒരു ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, നിങ്ങൾക്ക് തയ്യാറെടുപ്പുകൾക്ക് ഗുണമുള്ള വീഡിയോസ് ലോമിനൻസിൻ്റെ ആപ്പിലൂടെ അവൈലബിൾ ആയിരിക്കും. മുൻ വർഷത്തെ എല്ലാ പേപ്പറുകളും ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു കോച്ചിങ് എടുത്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗവൺമെൻറ് ലോ കോളേജിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്പെഷ്യലൈസേഷൻ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടാൻ സാധിക്കും, LLM നേടാൻ സാധിക്കും. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിൽ അഡ്മിഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാം. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്ര തന്നെയാണ്. ഞങ്ങളുടെ ലോമിനൻസിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ LLMും അതുപോലെ തന്നെ ലോയിലുള്ള ഫർദർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഈ ഒരു യൂട്യൂബ് ചാനലിലാണ് വരിക. അത് ലഭിക്കുന്നതിനായിട്ട് ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ടായി. ലഭിക്കാനായി ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.